ഹൗ ടു റൈറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. എങ്ങനെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം? ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും എഴുതി വെക്കുക എന്നേ അർത്ഥമുള്ളൂ അല്ലേ? അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങോ ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമ്മൾക്ക് ആ ഒരു ദിവസം കിട്ടിയ ബ്ലെസ്സിങ്സ്, നന്മകൾ എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഇത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് വി നീഡ്, നമുക്ക് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ ആവശ്യം? ഒരു പേപ്പറും ഒരു പേനയും അല്ലേ? നല്ലൊരു പുസ്തകം ഉണ്ടെങ്കിൽ അത് എഴുതാൻ ഒരല്പം ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാലത്തൊട്ട് വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക. നമുക്ക് ബ്ലെസ്സിങ് ആയി കിട്ടിയ കാര്യങ്ങൾ, ചിലപ്പോൾ ഒരാൾ നമ്മളെ ആശ്വസിപ്പിച്ചതാവാം, നല്ല വാക്കുകളോടുകൂടി സംസാരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കിയതുമായിരിക്കാം. എപ്പോഴും പോസിറ്റീവിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്തു, അല്ലെങ്കിൽ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്തു എന്നുകൂടി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതി വയ്ക്കാം. ദിസ് വിൽ ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ടു ഗ്രോ അവർ സെൽഫ്. എവ്രി ഡേ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? എവ്രി ഡേ ഇമോഷണലി, ഫിസിക്കലി ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞ ഗ്രോത്ത് ഒക്കെ ഒന്ന് സസ്പെൻഡ് ചെയ്യും എന്ന് പറയല്ലേ? പക്ഷേ നമ്മൾ ഇമോഷണലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് ഏജിൽ തന്നെ ആയാലും ഇമോഷണൽ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു കീപ്പ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ ഇമോഷണലി ബെറ്റർ. അതൊരു പോസിറ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. നല്ല പുസ്തകങ്ങൾ, നല്ല ഡിസൈനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ. ഇനി അത് പുസ്തകവും പേനയെടുത്ത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, ഒരു മടിയന്മാരുടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവർക്ക് എളുപ്പത്തിന് നമുക്ക് ആപ്പുകളുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിന് എഴുതാനായിട്ട്. അതിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഫോണിൽ നമ്മൾ നോട്ട്സ് എന്നുള്ള ഭാഗമല്ലേ, അതിൽ എഴുതി വയ്ക്കുക 1 2 3 എന്ന് നമ്പർ ഇട്ടിട്ട്. ചിലപ്പോൾ നമ്മൾ നല്ല ദാഹിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും എടുത്തു തന്നായിരിക്കാം. ഒരു ഫാമിലി മെമ്പർ നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തന്നു. സോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ വാട്ടർ ഐ ഗോട്ട് വെൻ ഐ വാസ് തേഴ്സ്റ്റി എന്ന് എഴുതാം. നമ്മൾ നല്ല ദാഹിച്ചിരിക്കും, നമുക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടി, അതിന് നമുക്ക് നന്ദിയോടുകൂടി ആ ഒരു കാര്യത്തെ സ്മരിക്കാം. ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന മനസ്സിലാക്കിയത് കേട്ടോ. ഇപ്പോൾ കുറേ പേരുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിട്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ, ഇതിന് എത്ര നേരം എടുക്കും? ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു 10 15 മിനിറ്റ് അല്ലേ? അതിൽ കൂടുതൽ എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ എടുക്കില്ല. നമുക്കൊരു ചെറിയ ബുക്ക്ലെറ്റ് ക്യാരി ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഓൺ ദി സ്പോട്ട് നമുക്ക് എഴുതി വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറെവർ വി ഗോ വി ക്യാൻ ക്യാരി എ ബുക്ക്ലെറ്റ് ആൻഡ് എ പെൻ. അപ്പം നമുക്ക് സന്തോഷം തോന്നിയ കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തി വെക്കാം. നമുക്ക് ബ്ലെസ്സിങ് ആയിട്ടുള്ള തോന്നിയ കുട്ടി കുട്ടി കാര്യങ്ങളായാലും അതിൽ എഴുതി വെക്കാം. എന്നിട്ട് പിന്നീട് രാത്രി കിടക്കുന്നതിന് മുൻപൊന്ന് നോക്കാം. രാത്രി അതിനു വേണ്ടി ഒരു ടൈം എടുത്തു വെക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഷോ ചെയ്യണത് എപ്പോഴും നമ്മളുടെ ഇന്നർ കോൺഷ്യസ് അത് കേൾക്കുന്ന പറയുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. നെഗറ്റീവ് തോട്ട്സൊക്കെ എവിടെയോ പോയിട്ടുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 21 ഡേയ്സ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ 14 ഡേയ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 7 ഡേയ്സ് അതിൽ നമുക്ക് മാറ്റം ഉണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയിട്ട് മാറ്റം ഉണ്ടെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ടിൽ 21 ഡേയ്സ്. ആദ്യം നമ്മളൊരു 7 ഡേയ്സ് എഴുതി നോക്കുക. എന്നിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ടിൽ 21 ഡേയ്സ്. എന്നിട്ട് സൂപ്പറാണ്, ലൈഫ് സൂപ്പറായി പോകുന്നത് വെച്ചാൽ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്തോളൂ. എളുപ്പമുള്ള കാര്യമല്ലേ? നമ്മൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് നമ്മളൊരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതി വയ്ക്കുന്നു, അതും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നോട്ട് ചെയ്ത് വയ്ക്കുന്നു. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് മാജിക്. ശരിക്കും കേട്ടോ, നമ്മുടെ ലൈഫിൽ കിട്ടുന്ന, നമ്മളെപ്പോഴും നമ്മൾക്ക് ലഭിക്കുന്ന നല്ല കാര്യങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ എടുക്കും. പക്ഷേ അതൊരു ബ്ലെസ്സിങ്ങോ ഒരു ഗിഫ്റ്റോ ആയി കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് ലോട്ട്സ് ഓഫ് മാജിക്കൽ ചേഞ്ചസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്. നമുക്കതൊരു ബ്ലെസ്സിങ് ആയിട്ട് അത് നമ്മുടെ ലൈഫിലേക്ക് എടുക്കുക. അപ്പോൾ അത് കുറേ മാജിക്കൽ മൊമെൻറ്റ്സ് തന്നെ പിന്നീട് ഉള്ള ലൈഫിൽ ക്രിയേറ്റ് ചെയ്യും.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം ഹൗ ടു റൈറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നുള്ളത്. മോർ സ്പെസിഫിക് ആയിട്ട് എഴുതുന്നവരുണ്ട്. ഡയറിയുടെ ചുറ്റും ഡിസൈൻസ് ഒക്കെ വരച്ച് പിന്നെ അത് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ എത്ര വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴായാലും നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ച സന്തോഷം നമുക്ക് അനുഭവപ്പെടും. ചില ആളുകളുണ്ട് സാരിയൊക്കെ ഉടുക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ. അവർ കുറേ വർഷം കഴിഞ്ഞിട്ട് ഒരു സാരി ഉടുത്ത് അപ്പം നമുക്ക് ആ ഒരു മൊമെൻ്റ് എഴുതി വയ്ക്കാം. ആഫ്റ്റർ 5 or 6 years എനിക്ക് സാരി ഉടുക്കാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ എന്താണ് നമുക്ക് തോന്നുന്നത്? ചിലപ്പോൾ കുഞ്ഞു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നതായിരിക്കും. അതൊരു ഗ്രേറ്റ് ബ്ലെസ്സിങ് തന്നെയാണ്. സോ ബി താങ്ക്ഫുൾ ഫോർ വാട്ട് എവർ യു ഗെറ്റ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമുക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നൊക്കെയല്ലേ. എത്ര കിട്ടിയാലും സംതൃപ്തിപ്പെടാത്ത ഒരു മനസ്സ് എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നുള്ളത് ആ മനസ്സിനെ ഒന്ന് സംതൃപ്തനാക്കാനുള്ളൊരു ടിപ്പും കൂടിയാണ് കേട്ടോ. അപ്പോൾ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആൻഡ് മേക്ക് വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.